എല്ലാവർക്കും നമസ്കാരം. കൊല്ല സ്പെഷ്യൽ ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹോട്ടൽസിൻ്റെ വീഡിയോസ് ഒന്നുമല്ല ചെയ്യാൻ പോകുന്നത്. നമ്മളെ കൊല്ലത്ത് സ്വിഗ്ഗി, സൊമാറ്റോ ഇവയെല്ലാം നല്ല രീതിക്ക് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ സ്വിഗ്ഗി വഴി ഫുഡ് എങ്ങനെ ഓർഡർ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അതുമാത്രമല്ല, എൻ്റെ വീട് കൊല്ലത്ത് നിന്നും 16 കിലോമീറ്റർ മാറിയിട്ടാണ്. അപ്പോൾ ഈ 16 കിലോമീറ്ററിനകത്ത് ഇവർ ഡെലിവറി ചെയ്യുമോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ സ്വിഗ്ഗി വഴി ഫുഡ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് സ്വിഗ്ഗി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ തന്നെ ഇങ്ങനൊരു വിൻഡോയ്ക്കകത്തായിരിക്കും വരുന്നത്. അതിനകത്ത് നിങ്ങൾ എവിടെ നിന്നാണോ ഫുഡ് ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കറക്റ്റ് ലൊക്കേഷൻ അവിടെ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ അവർ തന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്സുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ റെമീസ് റെസ്റ്റോറൻ്റാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇത് ഒരു 4.2 റേറ്റിംഗ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ അനേകം വെറൈറ്റി ഓഫ് ഫുഡുകളുണ്ട്. ഇവിടെ ക്രിസ്പി ചിക്കൻ, അതോടൊപ്പം തന്നെ സ്മോക്ക്ഡ് റൈസ് വിത്ത് ചിക്കൻ, അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റി ഫുഡുകളുണ്ട്. ഇവിടെ മെനുവിനകത്ത് ഇഷ്ടംപോലെ ഐറ്റംസുകളുണ്ട്. നമ്മളിവിടെ ഇപ്പം ബിരിയാണിയാണ് ഓർഡർ ചെയ്യാൻ പോകുന്നത്. ബിരിയാണി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ഓഫ് ബിരിയാണികളുണ്ട്. ചിക്കനും ഉണ്ട്, മട്ടൻ ബിരിയാണിയും ഉണ്ട്. അപ്പോൾ മട്ടൻ ബിരിയാണിക്കകത്ത് ആഡ് എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ ഓക്കെ എടുക്കുക. അപ്പോൾ അടുത്ത് നമ്മൾ ഇങ്ങനൊരു വിൻഡോയിലോട്ട് വരുന്നതായിരിക്കും. അവിടെ നമ്മളുടെ പേയ്മെൻറ്റ് എത്രയാണെന്നുള്ളതും അതിനുശേഷം നമ്മൾ പ്രൊസീഡ് വിത്ത് നമ്മളുടെ ഫോൺ നമ്പർ. അപ്പോൾ നമ്മളെ ഫോൺ നമ്പർ അവിടെ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മളെ ഫോൺ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. നമ്പർ ആഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ ഫോണിലേക്ക് ഒരു OTP വരികയും അത് ഓട്ടോമാറ്റിക്കലി കണക്റ്റായി ഇങ്ങനൊരു വിൻഡോയിലോട്ട് വന്ന് നിൽക്കുന്നതും ആയിരിക്കും. അടുത്തതായി താഴെ മേക്ക് എ പേയ്മെൻ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനൊരു വിൻഡോയിലായിരിക്കും നിങ്ങൾ വന്ന് നിൽക്കുന്നത്. ഇതിനകത്ത് ഇഷ്ടംപോലെ പേയ്മെൻറ്റ് മെത്തേഡുകളുണ്ട്. പേടിഎം ഉണ്ട്, ഫോൺ പേ ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഡെബിറ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാ എളുപ്പമെന്ന് വെച്ചാൽ അത് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഡെലിവറി ബോയുടെ കോൺടാക്റ്റ് നമ്പരും അതോടൊപ്പം തന്നെ പുള്ളിക്കാരെ എത്ര മിനിറ്റിനുള്ളിൽ അവിടെ എത്തുമെന്നുള്ള മിനിറ്റും അവിടെ കാണിക്കുന്നതായിരിക്കും. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ബട്ട് അത് അവർ ക്യാൻസൽ ചെയ്തേക്കുവാണ്. സംഭവം ഞാൻ അപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചപ്പം അവർ പറഞ്ഞ ഇങ്ങനെയാണ്, 12 കിലോമീറ്ററിനകത്ത് അവർ ഡെലിവറി ചെയ്യത്തില്ല. അവർക്ക് മാക്സിമം 5 കിലോമീറ്ററിനകത്തേ അവർ ഡെലിവറി ചെയ്യത്തുള്ളൂ. അത് സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലും 5 കിലോമീറ്റർ, മിനിമം കൂടിപ്പോയാൽ 6 കിലോമീറ്ററിനകത്ത് മാത്രമേ അവർ ഡെലിവറി ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ അഥവാ നമ്മൾ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്താണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തേക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് 5 to 7 ഡേയ്സിനകം നമുക്ക് റീഫണ്ട് അവർ തരുന്നതായിരിക്കും. അപ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോളും വരും. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ തന്നെ അപ്പം അതിന് സ്വിഗ്ഗിയുടെ കസ്റ്റമർ കെയറിൽ നിന്നായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടായതെന്ന് വെച്ചാൽ അത് നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ അതിന് അവർ പരിഹാരം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വിഗ്ഗിയിൽ നിന്ന് ഇങ്ങനൊരു മെസ്സേജ് വരും, നിങ്ങളുടെ ഓർഡർ ക്യാൻസലാക്കി എന്നുള്ളതും പിന്നെ നിങ്ങൾ റീഫണ്ടിൻ്റെ കാര്യങ്ങളും അറിയാനായിട്ടുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ സ്വിഗ്ഗി അയക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. സീ സൂൺ.